ഇന്ന് ഏപ്രിൽ 1. ലോകത്തെല്ലാവരും വിഡ്ഢി ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം. ഏപ്രിൽ ഫൂൾസ് ഡേ. എന്തൊക്കെ തരം ദിവസങ്ങളാണ് ഉള്ളതല്ലേ. ഇന്ന് കാതികയിലും ഒരു വിഡ്ഢിയുടെ കഥയാണ് പറയുന്നത്. ഒരു വിഡ്ഢിയും ഒരു കഴുതയും തമ്മിലുള്ള കഥ നമുക്ക് കേട്ടു നോക്കാം. ഒരിടത്ത് ഒരു വിഡ്ഢിയുണ്ടായിരുന്നു. അയാളുടെ പേര് ജുമാൻ എന്നായിരുന്നു. ജുമാന് ഒരാഗ്രഹം, ഒരു കഴുതയെ മേടിക്കണമെന്ന്. അയാൾ രാവിലെ എഴുന്നേറ്റ് കഴുതയെ മേടിക്കാനായി മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി. അവിടെ നടന്ന് കഴുതയെ വിൽക്കുന്ന കടയിലെത്തി. അവിടെ നോക്കിയപ്പോൾ നിറയെ കഴുതകൾ. ഇതിൽ നിന്ന് ഏതാണ് മേടിക്കുക എന്ന് അയാൾ ആലോചിച്ചു. ആ കടയിൽ 2 പയ്യന്മാരുണ്ടായിരുന്നു. ജുമാൻജി കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ഇയാളൊരു വിഡ്ഢിയാണ് എന്ന്. എല്ലാ കഴുതകളെയും സൂക്ഷിച്ച് ഇയാൾ നോക്കാൻ തുടങ്ങി. വലിയ കഴുതകളുണ്ടായിരുന്നു, ചെറിയ കഴുതകളുണ്ടായിരുന്നു, കറുത്തതുണ്ടായിരുന്നു, പാണ്ടനുണ്ടായിരുന്നു. മിക്ക കഴുതകളുടെയും ചെവി മുകളിലേക്ക് പൊങ്ങിയാണ് ഇരുന്നിരുന്നത്. ഒരു കഴുതയുടെ ചെവി മാത്രം താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ വിഡ്ഢിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ ആ കഴുതയെ മേടിച്ചു. ആ കഴുതയുടെ കഴുത്തിൽ ഒരു കയറും കെട്ടി വലിച്ചുകൊണ്ട് അയാൾ പയ്യെ വീട്ടിലേക്ക് പോയി. കടയിൽ നിന്ന് 2 പയ്യന്മാർ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഇയാളെ പറ്റിച്ച് ആ കഴുതയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത്രയും പൈസ ലാഭമാണല്ലോ. അങ്ങനെ ഇയാൾ കഴുതയും വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പയ്യൻ പയ്യെ പുറകെ ചെന്ന് കഴുതയുടെ കഴുത്തിലിട്ടിരിക്കുന്ന കയറ് ഊരി തന്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് കഴുതയും കൊണ്ട് മറ്റേ പയ്യൻ തിരിച്ച് കടയിലേക്ക് പോയി. ജുമാൻജി ആണെങ്കിൽ അതൊന്നും അറിഞ്ഞുമില്ല. അങ്ങനെ ആ പയ്യനെ വലിച്ചുകൊണ്ട് ആ വിഡ്ഢി നടന്നു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നിന്നു, തിരിഞ്ഞു നോക്കി. ഇതേതാ ഒരു പയ്യൻ? ഞാൻ കഴുതയല്ലേ വലിച്ചുകൊണ്ട് വന്നിരുന്നത്? ആരാണ് നീ? ജുമാൻജി ചോദിച്ചു. ഞാൻ ഒരു കഴുതയായിരുന്നു. ഞാൻ പണ്ട് അമ്മയോട് ദേഷ്യത്തോടെ പെരുമാറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കഴുതയായി മാറിയിരുന്നു. അന്ന് എന്നോട് അമ്മ പറഞ്ഞിരുന്നു, നിന്നെ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ തിരിച്ചുള്ള രൂപം കിട്ടുമെന്ന്. അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ കഴുതയിൽ നിന്ന് തിരിച്ച് ഒരു മനുഷ്യനായി മാറി. ആ കഥയെല്ലാം ആ വിഡ്ഢി വിശ്വസിച്ചു. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെയാണ്. ഇത് കേട്ടതും ജുമാൻജി പറഞ്ഞു, എനിക്ക് എന്തിനാ നിന്നെ? എനിക്ക് വേണ്ടത് ഒരു കഴുതയാണ്. നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഒരിക്കലും നിന്റെ അമ്മയുമായി വഴക്കുണ്ടാക്കരുത്. ഇല്ലെങ്കിൽ നീ വീണ്ടും കഴുതയായി പോകും. ആ പയ്യൻ അതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. ആ വിഡ്ഢിയെ പറ്റിച്ചു എന്നുള്ള സന്തോഷത്തിൽ. അങ്ങനെ ജുമാൻജി തിരിച്ച് വീട്ടിലെത്തി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കഴുതയെ മേടിക്കാൻ വീണ്ടും പൂതി. ഇന്നലെ മേടിച്ച കഴുത ശരിയായില്ല, ഇന്ന് വീണ്ടും പോയി മേടിക്കണമെന്ന് അയാൾക്ക് തോന്നി. കഴിഞ്ഞ ദിവസത്തെ പോലെ അയാൾ വീണ്ടും ചന്തയിലേക്ക് പോയി. അതേ കടയിൽ ചെന്നു. വീണ്ടും നിറയെ കഴുതകൾ. ഇതിൽ നിന്ന് ഏതാ മേടിക്കുക? അയാൾ ഓരോരോ കഴുതയും നോക്കാൻ തുടങ്ങി. അപ്പോൾ അതാ നിൽക്കുന്നു നമ്മുടെ ചെവി താത്തിട്ട കഴുത. ആ കഴുതയെ കണ്ടതും ജുമാൻജി പറഞ്ഞു, നീ പിന്നെയും ഇവിടെ വന്നു അല്ലേ? നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ അമ്മയോട് വഴക്കുണ്ടാക്കരുതെന്ന്. ഇന്നലെ വീണ്ടും വഴക്കുണ്ടാക്കിയല്ലേ? അതുകൊണ്ടല്ലേ നീ വീണ്ടും കഴുതയായത്? അതെല്ലാം കേട്ടുകൊണ്ട് ആ 2 പയ്യന്മാർ അവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. ഈ വിഡ്ഢി ദിനത്തിൽ കൂട്ടുകാർ കേട്ടില്ലേ ഒരു വിഡ്ഢിയുടെ കഥ. മറ്റൊരു കഥയുമായി കാതിക മറ്റൊരു ദിവസം. നന്ദി, നമസ്കാരം.